മധ്യപ്രദേശിൽ കോൾഡ് റഫ് കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ മരുന്നെഴുതിയ ശിശുരോഗ വിദഗ്ധൻ അറസ്റ്റിൽ. ഇതുവരെ 18 കുട്ടികൾക്കാണ് കഫ് സിറപ്പ് കഴിച്ച് ജീവൻ നഷ്ടമായത്. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് മധ്യപ്രദേശ് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ന് വൈകിട്ട് 4-ന് സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ കഫ് സിറപ്പ് കഴിച്ചു മരിച്ച ഭൂരിഭാഗം കുട്ടികളും ഡോക്ടർ പ്രവീൺ സോണിയുടെ സ്വകാര്യ ക്ലിനിക്കിലാണ് ചികിത്സ തേടിയിരുന്നത്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായ പ്രവീൺ സ്വകാര്യ ക്ലിനിക്കും നടത്തുന്നുണ്ടായിരുന്നു. കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ വിഷമാലിന്യ സാന്നിധ്യം കണ്ടെത്തി. ഡൈഎഥിലിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യമാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഗുരുതര വൃക്കരോഗത്തിന് കാരണമാകുന്ന രാസവസ്തുവാണിത്. തമിഴ്നാട് കാഞ്ചീപുരത്തെ മരുന്ന് നിർമ്മാണശാല അടച്ചുപൂട്ടി മുദ്രവെച്ചു. മധ്യപ്രദേശിന് പുറമെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച രാജസ്ഥാനിലും നടപടികൾ തുടരുകയാണ്. ജയ്പൂർ ആസ്ഥാനമായുള്ള കേസൺ ഫാർമയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചു. കഫ് സിറപ്പ് കഴിച്ചാണ് 18 കുട്ടികൾ മരിച്ചതെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അടിയന്തര യോഗം വിളിച്ചത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ ഓൺലൈനായി പങ്കെടുക്കും. ഡ്രഗ് കൺട്രോളർമാരും യോഗത്തിൽ പങ്കെടുക്കും. കഫ് സിറപ്പുകളുടെ ഉപയോഗവും ഗുണനിലവാരവും യോഗത്തിൽ ചർച്ചയാകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശുപാർശ ചെയ്യാത്ത മരുന്നുകളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുന്നതിനും നടപടിയുണ്ടാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.